പബ്ലിക് റിലേഷൻസ് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ്. CM മാധവൻ അറ്റൻഡ് ചെയ്ത എല്ലാ മീറ്റിംഗുകളുടെയും ഫോട്ടോഗ്രാഫ്സ് വേണമെന്ന് സാർ എന്ന് പറഞ്ഞിരുന്നില്ലേ? ഇലക്ഷൻ മീറ്റിംഗിന്റെയും മറ്റും പത്രമാഫീസുകളിൽ നിന്നും സംഘടിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറയാൻ പറഞ്ഞു. ആ കില്ലറെ എന്ന് ജീവനോടെ ഇല്ല. പിന്നെ അവന്റെ മുഖം ഏതെങ്കിലും ഫോട്ടോഗ്രാഫി കണ്ട് എന്ത് പ്രയോജനം? സാർ, ഇത് ആ കില്ലറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രേത പരിശോധന നടത്തിയപ്പോൾ പോലീസുകാർക്ക് കിട്ടിയതാണ് സാർ. 303186. ഇതാരുടെ നമ്പറാ? അറിയില്ല സാർ, കണ്ടുപിടിക്കാം. 6 ഡിജിറ്റ് നമ്പറുള്ള ഒരുപാട് എക്സ്ചേഞ്ച് ഉണ്ട്. അതിലിപ്പോ ഏതാന്ന് വെച്ചിട്ടാ? എനിവേ യു ട്രൈ ഇറ്റ്. പരിചയമുള്ള വല്ല പേരുണ്ടോ എന്ന് നോക്കാം. സാർ, അന്ന് മാധവൻ മരിച്ച സ്ഫോടനത്തിന് 2 ദിവസം മുമ്പ് എടുത്ത ഫോട്ടോഗ്രാഫ്സ് ആണിത്. മറ്റൊരു ഇലക്ഷൻ മീറ്റിംഗിൽ മാധവൻ പങ്കെടുത്തപ്പോൾ. ഇതിൽ നിന്റെ ബോസ് ഉണ്ട്, കില്ലർ ബോസ്. ഇത് ഒരു ഡ്രൈ റൺ ആയിരുന്നു, ഐ മീൻ റിഹേഴ്സൽ. അതോ അന്ന് മാധവനെ വധിക്കാൻ തയ്യാറായിട്ട് തന്നെയാണോ ബോസ് വന്നത്? അതെ. പിന്നെന്തുകൊണ്ട് അന്ന് അസാസിനേഷൻ നടന്നില്ല? CM-നോടൊപ്പം മറ്റൊരാളെയും പ്രതീക്ഷിച്ചിരുന്നു. മീറ്റിംഗിന് അന്ന് അയാൾ വന്നില്ല. അതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത്. ആരാണ് ഈ മറ്റൊരാൾ? അതെനിക്കറിയില്ല സർ. മറ്റൊരാളുടെ കാര്യം നിന്നോട് പറഞ്ഞതാരാ? ബോസ് അന്ന് നടക്കാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. പിന്നീട് മാധവൻ മരിച്ച സ്ഫോടനത്തിൽ അന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നിരിക്കണം. ഞാനതൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ തമ്മിൽ ചോദ്യങ്ങൾ തീരെ കുറവായിരുന്നു, ഉത്തരങ്ങളും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ സർ? പറയാം. അതിനുമുമ്പ് അന്ന് സ്ഫോടനത്തിൽ മാധവനോടൊപ്പം മരിച്ചില്ലേ, അവരുടെ ഒക്കെ ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ കിട്ടണം. കൂടാതെ ആ മീറ്റിംഗ് 2 ദിവസം മുമ്പ് മറ്റൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരുടെ ലിസ്റ്റ് എനിക്ക് വേണം. കമോ ചോക്ക്. അതെ, ഭരത് സ്പീക്കിംഗ്. മനസ്സിലായി? കിട്ടിയോ? വെരി ഗുഡ്. വീട്ടിലും ഓഫീസിലും വേണ്ട, ഞാൻ പറയാം. ഞാൻ തിരിച്ചു വിളിക്കാം, എന്നിട്ട് മതി. ഓക്കെ? താങ്ക്സ് എ ലോട്ട്. മീനെ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല സർ. തിരിച്ചു പോകുന്നതും കാണണ്ട. മനസ്സിലായി സർ. ആരാ? ഭരത് സാറല്ലേ? എന്താ കാര്യം? ഈ കോൺഫിഡൻഷ്യൽ ഫയൽ സാറിനെ ഏൽപ്പിക്കാനാ. വിളിക്കാം. ഗായത്രിയെ, ശങ്കര. അവരമ്പലത്തിൽ പോയിരിക്കാണല്ലോ. അകത്തേക്ക് എന്നോളൂ, മോളുണ്ട്.
നീ ഇതുവരെ പറഞ്ഞത് മുഴുവൻ നുണയാ. അതൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സത്യം പറ, നീ ആരുടെ ആളാ? ഭരത് സാറിനെ എന്തിനാ കൊല്ലാൻ ശ്രമിച്ചത്? തിരിച്ചും മറിച്ചും ചോദിച്ചാലും എനിക്ക് ഒരു ഉത്തരേ പറയാനുള്ളൂ. മരിച്ച ബോസ് എന്റെ ആത്മസുഹൃത്തായിരുന്നു. ഇയാളാണ് അവനെ കൊന്നത്. അതിന് പ്രതികാരം ചോദിക്കാനാണ് ഞാൻ വന്നത്. പിന്നെ കള്ളം പറയുന്നു ആ പട്ടി. എന്നെ കൊന്നാലും ശരി, മറ്റൊന്നും എനിക്ക് പറയാനില്ല. നീ എവിടെ വെച്ചാണ് ബോസിനെ പരിചയപ്പെട്ടത്? ബോംബെയിൽ വെച്ച്. ഒരുപാട് നാൾ ഒരുമിച്ച് കഴിഞ്ഞവരാണ് ഞങ്ങള്. ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം അവനാണ്. അവനെയാണ് ഇവൻ. നിനക്ക് എങ്ങനെ മനസ്സിലായി ബോസിനെ ഞാനാണ് കൊന്നതെന്ന്? മനസ്സിലായത് കൊണ്ടാണല്ലോ ഞാൻ പഴം ചോദിക്കാൻ വന്നത്. ഇവനെ എങ്ങനെ വിട്ട പറ്റില്ല സാറേ. I said leave him. Mr. Pudua. No. ഇതിൽ ആരെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ഇവരൊക്കെ ആരാ? ചോദിച്ചതിന് മറുപടി പറയണ റാസ്കൽ. പൊതുവാൾ. No. ഇതിൽ ആരാണ് നിന്റെ ആത്മസുഹൃത്തായ ഈ ബോസ്? കൂട്ടുകാരനെ കൊന്നതിന് പ്രതികാരം ചോദിക്കാൻ വന്നതല്ലേ നീ? പലവട്ടം നിന്റെ ജീവൻ രക്ഷിച്ചവന്റെ മുഖം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഒരുപാട് നാള് ഒന്നിച്ചിരുന്നും കിടന്നും മലന്നും ഒക്കെ ജീവിച്ചതല്ലേ? പറ, ആരാ നിന്റെ ബോസ്? പറയടാ.